ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടൽ എന്നത് അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ആരും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പോലും എൻ്റെ ലൈഫിൽ ആരുമില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇവിടെ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കുറേ നേരം എൻഗേജ്ഡ് ആക്കി വെച്ചു. ആളിനോടൊന്ന് കുറേ നേരം സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് ആ ഫ്രണ്ട് എന്നോട് പറയുണ്ടായി, ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടി എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ഇപ്പം നാട്ടിൽ എൻ്റെ കൂടെ അല്ല, ആള് പണിക്ക് വേണ്ടി പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിന്ന് ജോലി ചെയ്യുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ആളിനോടൊരു കാര്യം പറഞ്ഞു, നീ ഈ പോയ വ്യക്തി അല്ലെങ്കിൽ നിൻ്റെ സിസ്റ്ററോട് നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ അവളുടെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കാറുണ്ടോ, അല്ലെങ്കിൽ നീ അവളോട് സംസാരിക്കാറുണ്ടോ, അവളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ, നീ അവളെ കേൾക്കാറുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കലുണ്ട്, ഞാൻ സംസാരിക്കലുണ്ട് എന്നൊക്കെ ആളോട് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ആടി നീ എപ്പോഴും ചോദിക്കണം, നീ ഓക്കെ ആണോ എന്ന് നീ എപ്പോഴും ചോദിക്കണമെന്ന്. അത് കേട്ടപ്പം എൻ്റെ മനസ്സിൽ തോന്നി കേട്ടോ, നമ്മളിനി എത്രയായാലും നമ്മൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയില്ല. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും കൂടെ നിൽക്കുന്ന നമുക്ക് അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇങ്ങനെ വിട്ടു നിൽക്കുന്നവർക്ക് അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവളോട് പറഞ്ഞു, എന്നോട് ഒരു നേരം നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കാൻ ആരുമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് എന്ന്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് നീ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നീ ഇന്ന് ഹാപ്പി അല്ലേ, നീ ഇന്ന് കഴിച്ചോ, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത്, അത് നമ്മുടെ ഫാമിലി മെമ്പർ ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ഇനി ആരുമാകാം. അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ നമ്മളോട് ചോദിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരാളില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നതിനേക്കാൾ ബെറ്റർ, ഇങ്ങനെ ഒരാളില്ലെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ വിജയിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കരുതി നമ്മളെന്നും പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമ്മളോട് ചിലപ്പം നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും ചോദിക്കാനോ, അല്ലെങ്കിൽ നിന്നെ പിന്നെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒരു വ്യക്തി പോലും നിൻ്റെ ലൈഫിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ എന്ന് കരുതി നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു വ്യക്തിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ടും ഇല്ല എന്ന് കരുതി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മാറി നിൽക്കരുത്. നമ്മുടെ ജീവിതം അതൊന്നേ ഉള്ളൂ. നമ്മൾക്കാണെങ്കിലോ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ നേടണമെങ്കിൽ നമ്മുടെ പിന്നിൽ നിന്ന് ഒരാൾ തള്ളാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മളൊരു ബ്രേക്ക് ഇടാൻ തുടങ്ങും. കാരണം എനിക്കെന്തെങ്കിലും വന്നാലും, അല്ലെങ്കിൽ എനിക്കിനി ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഇനി എത്രത്തോളം ഞാൻ സ്റ്റേബിൾ ആയിട്ടില്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാനൊരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ എന്നും സപ്പോർട്ട് ചെയ്യും. ശരിക്കും ഈ ഒരു സപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റപ്പെടലല്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ നമ്മൾ നശിപ്പിക്കുക എന്നതാണ്. എന്ന് കരുതി നമ്മൾ തീരെ സപ്പോർട്ട് കൊടുക്കണ്ട എന്നോ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കരുതെന്നോ കെയർ ചെയ്യരുതെന്നോ ഒന്നുമല്ല. ഒറ്റപ്പെട്ടവർക്കാണ് അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ, ഇപ്പം നീ പണിക്കൊന്നും പോവണ്ട, അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം, അല്ലെങ്കിൽ നീ അത്രയൊക്കെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നീ നിൻ്റെ ലൈഫിൽ വലിയ എഫേർട്ടൊന്നും ഇടണ്ട, അതിനൊക്കെ ഞാനില്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ പുറകെ ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വന്തം ഒരു വിജയം കണ്ടെത്താൻ ശ്രമിക്കില്ല.
മറിച്ച് ഇതിനൊന്നും ഒരാളില്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ലൊരു വിജയം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ ആ വിജയത്തിന് മുന്നിൽ ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട രാത്രികളിൽ തലയാണ പൊത്തിപ്പിടിച്ച് കരഞ്ഞ രാത്രികൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഈ കരഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തതോ ഒന്നും നമ്മൾ ഈ സമൂഹം നമ്മളോട് ചോദിക്കില്ല. പക്ഷെ നമ്മുടെ വിജയം എന്നത് അത് മാത്രമേ നമ്മുടെ സമൂഹം നമ്മളെ കാണുള്ളൂ. ഏച്ചാ ഒരു വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ഒരിക്കലും ആ വ്യക്തി എന്ത് ചെയ്യില്ല, മുന്നോട്ട് ഒരു നല്ലൊരു മേഖലയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഞാൻ എല്ലാം അച്ചീവ് ചെയ്താൽ എനിക്ക് ഒറ്റയ്ക്ക് പൊരുതി നേടിയാൽ മാത്രമേ വിജയിക്കാൻ പറ്റൂ എന്നൊരു ചിന്താഗതി വരില്ല. ഞാൻ പൊരുതി നേടിയില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പുറകിൽ ഇത്ര പേരുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിന് ഇത്രയും പൊരുതി ജീവിക്കണം, അല്ലെങ്കിൽ പോരാടി ജയിക്കണം എന്ന ചിന്ത വരും. പക്ഷേ അത് ശരിക്കും ഒരു തോൽവിയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്ക് പോരാടി ജയിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതും നമുക്ക് മറ്റൊരാൾ നൽകുന്നതും ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. കാരണം ഇപ്പോൾ എൻ്റെ തലമുറയ്ക്ക് ജീവിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ തലമുറയിലുള്ള വ്യക്തികളൊന്നും ഇനി എന്ത് ചെയ്യണമെന്നില്ല. എനിക്ക് വരാൻ പോകുന്ന തലമുറയുള്ള ഒരു വ്യക്തി പോലും പണിക്ക് പോവണ്ട, അല്ലെങ്കിൽ പണിക്ക് പോയിക്കോ, വലിയ ഭാരപ്പെട്ട പണിക്കൊന്നും പോവണ്ട, സ്വന്തമായിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒന്നും നിങ്ങൾ കണ്ടെത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഏൽപ്പിക്കുകയാണ് എങ്കിൽ നമ്മളും സ്വതവേ ഒരു മടിയനായി മാറും. ആ മടി എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പരാജയമായി മാറും. കാരണം ഇവരുണ്ടാക്കിയിട്ടുള്ള സ്വത്ത് മുതലുകളൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചു. നമ്മൾ വെറുതെ നമ്മുടെ ലൈഫിൽ ഒരു അർത്ഥം ഇല്ലാതായി മാറും. കാരണം നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതും മറ്റൊരാൾ അധ്വാനിച്ചു തരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഒറ്റപ്പെടൽ ഇവിടെ സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ എന്നും ഒറ്റയ്ക്കാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ ഡിപ്രഷൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷെ എനിക്ക് എന്ത് വേണം, എല്ലാവരും ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, പോരാടി ജയിക്കണം. ഞാൻ ജയിച്ചാൽ മാത്രമേ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകൂ. ഞാൻ തോറ്റുപോയാൽ എന്നെ ആരും തന്നെ ഒരു ഭാഗത്ത് നിന്ന് പോലും ശ്രദ്ധിക്കപ്പെടുകയില്ല എന്ന ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഓരോ വ്യക്തിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ തോറ്റുപോയി, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് കരുതി ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് അത് നമ്മുടെ തോൽവിയാണ്. മറിച്ച് എന്നെ കേൾക്കാൻ ആരുമില്ലെങ്കിലും എനിക്ക് മുന്നോട്ടൊരു പ്രചോദനമായിട്ട് ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പൊരുതി വരുന്ന വഴിയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയ വഴി. ഞാൻ പറഞ്ഞു, നമ്മൾ താണ്ടിയിട്ടുള്ള കല്ലുകളും മുള്ളുകളും കുന്നുകളും മലകളൊന്നും ആരും കാണില്ല. പക്ഷെ നമ്മളൊരു നിരപ്പായ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാത മാത്രമേ എല്ലാവരും കാണുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്ന് ആരും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല. മറിച്ച് നമ്മൾ നേടിയിട്ടുള്ള ഒരു വിജയം, ആ വിജയത്തെ കൊട്ടിപ്പാടാനും ഘോഷിക്കാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. അല്ലാതെ ഞാൻ ഇപ്പോൾ ഒരു വലിയൊരു ഉദ്യോഗം നേടി, അല്ലെങ്കിൽ അവൾ ആ ബിസിനസ്സിൽ നല്ലൊരു സക്സസ് കൊണ്ടുവന്നിട്ടുണ്ട്, അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അവൾ രാത്രികളിൽ ഉറക്കമൊഴിച്ചു, അല്ലെങ്കിൽ പകൽ അവൾ അതീവമായിട്ട് ജോലി ചെയ്തു എന്നൊന്നും ആരും പറയില്ല. ബിസിനസ്സിൽ അവൾ സക്സസ് ആയി, അല്ലെങ്കിൽ അവൾക്കിപ്പോൾ നല്ലൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട്, അവൾ ആ ബിസിനസ്സിൽ വിജയിച്ചു, ഇത്ര മാത്രമേ പറയുള്ളൂ. അല്ലാതെ അവൾ രാത്രി ഉറക്കം ഒഴിച്ച കഥയോ അല്ലെങ്കിൽ പകൽ മുഴുവൻ പണിയെടുത്ത കഥയോ ഒന്നും ആരും തന്നെ സംസാരിക്കില്ല. അപ്പം ഈ ഒറ്റപ്പെടൽ അതൊരു സങ്കടമാക്കി കാണാതെ, അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിലൂടെ ഒരു ഡിപ്രഷനിലേക്ക് പോയി നമ്മുടെ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്യാതെ നമ്മൾ നമ്മുടെ ലൈഫിനൊരു വാല്യൂ കൊടുക്കണം. ഒരു വ്യക്തി എന്ന് പറയുന്നത്, ആ വ്യക്തിയിലൂടെയാണ് ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത്, ഒരു കുടുംബം സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളൊരു വ്യക്തി നശിച്ചത് കൊണ്ട് നമുക്ക് വലിയൊരു നഷ്ടമാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. മറിച്ച് നമ്മൾ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കണം, എനിക്ക് കഴിയും, അല്ലെങ്കിൽ എനിക്ക് ആരും പിന്താങ്ങായിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ വിജയിക്കും, അല്ലെങ്കിൽ എൻ്റെ വിജയം ഇതാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും വേണ്ടത്.
ഒറ്റപ്പെടലുകളും അല്ലെങ്കിൽ സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ അതൊക്കെ കാരണം ഞാൻ ഒറ്റപ്പെട്ടു പോയതാണ്, അല്ലെങ്കിൽ എനിക്ക് സങ്കടമായിരുന്നു, എനിക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും ഒന്നും എന്നെ ഒരു പ്രശ്നമല്ല എന്ന് കരുതി എന്ന് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടോ, അന്ന് മാത്രമേ നിങ്ങൾ വിജയിക്കുള്ളൂ. അല്ലാതെ ഈ ഒറ്റപ്പെടലുകളെയും സങ്കടങ്ങളെയും ഒക്കെ കൊണ്ട് നടന്ന് ഞാൻ ആകെ എനിക്ക് ഇനി കഴിയില്ല എന്ന് ചിന്തിച്ചിട്ട് ബാക്കോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾ ബാക്കിലാകും, ഒരിക്കലും നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരില്ല. അപ്പം ഈ ഒറ്റപ്പെടലുകളെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് മുതൽ പരിശ്രമിച്ചു തുടങ്ങുക. നിങ്ങളുടെ ലൈഫിൽ പരിശ്രമം എന്ന് തുടങ്ങുന്നുവോ അന്ന് മുതൽ നിങ്ങൾ വിജയിച്ചു. അല്ലാതെ എൻ്റെ ലൈഫ് ഞാൻ ഒറ്റപ്പെട്ടതാണ്, ഡിപ്രഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലൈഫിന് വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക. നമുക്ക് ദൈവം തന്നിട്ടുള്ള ലൈഫിൽ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുക. Thank you.